ഇനി നമ്മളൊക്കെ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഫണ്ട് റൈസിങ്. ഇതിന് എവിടുന്ന് പൈസ വേണം? വീട്ടിലിരുന്നു കൊണ്ട് ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു ഡൊമെയിൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റൊരാളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. എങ്ങനെ പ്രീമിയമായിട്ട് വിൽക്കാൻ സാധിക്കും? അതേ പ്രോഡക്റ്റുകൾ തന്നെ നമുക്ക് നമ്മുടെ ബിസിനസ്സിനുള്ള ഒരു ഫണ്ട് റൈസിങ് ടൂളായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത് മൂവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ജീവിതത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? സ്വന്തമായ ഒരു സക്സസ്ഫുൾ ബിസിനസ് വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ഒരു പാർട്ട് ടൈം ജോലി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്ത് കുറച്ച് എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഒരുപക്ഷെ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. വെൽക്കം ടു മൈ ചാനൽ ജോമോൻ മാത്യു ക്ലാക്കിയിൽ. Just one quick note in the beginning. If you are not familiar with my language, you can get the same information in my English speaking channel. The channel details are given here. Hi all. മുൻപത്തെ 2 എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഇത് എൻ്റെ ഒരു ബിസിനസ് ജേർണി ഡോക്യുമെന്റേഷനാണ്. എൻ്റെ ഈ ഒരു ബിസിനസ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ലോകത്ത് മറ്റു പല ആളുകൾക്കും ഫോളോ ചെയ്യാനും കോപ്പി ചെയ്യാനും സാധിക്കുന്ന ഒരു അവസരമുണ്ടാക്കുകയാണ് ഞാൻ ഇതിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ മെത്തേഡുകളും ടെക്നിക്കുകളും നിങ്ങളുമായി പങ്കുവയ്ക്കുമെന്ന് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു തുടക്കം എന്ന വണ്ണം ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യമായി എടുത്ത സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ നിങ്ങളുമായി ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒരുപാട് തയ്യാറെടുപ്പുകൾ ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് എല്ലാം ഒരു വീഡിയോയിൽ പറഞ്ഞു വയ്ക്കുക വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തുടക്കത്തിലുള്ള 1-2-3 പോയിന്റുകൾ ഞാൻ നിങ്ങളുമായി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ബാക്കിയുള്ളവയെല്ലാം തുടർന്നുള്ള വീഡിയോകളിൽ നിങ്ങളുമായി തീർച്ചയായിട്ടും ഞാൻ പങ്കുവയ്ക്കും. ഇനി ഈ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ബിസിനസ്സിൻ്റെ തുടക്കത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ആദ്യത്തെ 3 സ്റ്റെപ്പുകളാണ്. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 2, ആ ബ്രാൻഡ് നെയിമിന് അനുയോജ്യമായ ഒരു ഡൊമെയിൻ രജിസ്റ്റർ ചെയ്യുക. 3, ആ ബ്രാൻഡ് നെയിം ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നടത്തി നമ്മുടെ സ്വന്തമാക്കുക എന്നുള്ളതാണ്. ഇനി ഒന്നാമത്തെ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ഒരു ബ്രാൻഡ് നെയിം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെയാണ് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക? ഇപ്പോൾ എൻ്റെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ബിസിനസ് ജേർണി ഡോക്യുമെന്റേഷനാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടുമായി പങ്കുവയ്ക്കുന്നത്. അത് ശരിയാവാം, തെറ്റാവാം. ഞാനൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ കുറച്ച് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ബ്രാൻഡ് നെയിമിലൂടെയാണ് എൻ്റെ പ്രോഡക്റ്റുകൾ ലോകത്തേക്ക് ഞാൻ സെൽ ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു ബ്രാൻഡ് തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുമായി കോമ്പീറ്റ് ചെയ്യാൻ ലോകത്ത് ഇതേപോലുള്ള വിവിധ പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് യുണീക്കായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബ്രാൻഡ് നെയിമിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ബ്രാൻഡ് നെയിം കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത് വളരെ അത്യാവശ്യമാണ്. എങ്ങനെ ഒരു ബ്രാൻഡ് നെയിം കണ്ടുപിടിക്കാം? നമുക്ക് പലർക്കും അറിയാം, ഒരു ബ്രാൻഡ് നെയിം എന്ന് പറയുമ്പോൾ ഇതുവരെ ലോകത്ത് ഉപയോഗിക്കാത്ത ഒരു വാക്കായിരിക്കണം, ഒരു പേരായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു വാക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഒരു ബ്രാൻഡ് നെയിം അവൈലബിൾ ആണോ, നമുക്കിഷ്ടമുള്ളൊരു വാക്ക് കണ്ടുപിടിക്കുക. ആ പേര്, ആ നെയിം അവൈലബിൾ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റിൽ വിവിധ സൗകര്യങ്ങളുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഏത് രാജ്യത്താണോ ജീവിക്കുന്നത് ആ രാജ്യത്തെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ലൈസൻസിങ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി സെർച്ച് ചെയ്യുക. അതുപോലെ നമ്മുടെ ഡൊമെയിൻ അവൈലബിൾ ആണോ എന്ന് നോക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വെബ്സൈറ്റാണ് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ, WIPO. ആ വെബ്സൈറ്റിൽ പോയി നമുക്കിഷ്ടമുള്ള ഒരു ബ്രാൻഡ് നെയിം ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ പേരിൽ ലോകത്ത് എവിടെയെങ്കിലും ആ ഒരു ബ്രാൻഡ് നെയിം നിലനിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത്, നമ്മൾ ഏത് രാജ്യത്താണോ ജീവിക്കുന്നത് ആ രാജ്യത്തും ഇതുപോലുള്ള ഒരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഏജൻസി ഉണ്ടാവും. ആ ഏജൻസിയിലെ വെബ്സൈറ്റിൽ പോയി നമുക്കിഷ്ടമുള്ള ആ ഒരു പേര് അടിച്ചു കൊടുത്ത് നോക്കുക. അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അതിൽ കാണിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് എടുക്കാൻ സാധിക്കില്ല. ലോകത്ത് ഇതുവരെ ആരും ഉപയോഗിക്കാത്ത ഒരു പേരായിരിക്കണം. പിന്നെ വിവിധ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ചില ക്ലാസിഫിക്കേഷനിൽ മാത്രമുള്ള പേരുകൾ
ആ ക്ലാസിഫിക്കേഷനിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് ക്ലാസ്സസുകളിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ChatGPT അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്ന DeepSeek പോലെയുള്ള ആപ്പുകളിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടും. ഒരു ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതും നമ്മൾ ഇൻ്റർനെറ്റിലൂടെ സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം ആയിരിക്കരുത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. തീർച്ചയായിട്ടും ഇൻ്റർനെറ്റിലൂടെ സെല്ല് ചെയ്യുമ്പോൾ അത് ഇൻ്റർനാഷണലി ബിസിനസ് നടക്കാൻ വളരെയേറെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇൻ്റർനാഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം ആയിരിക്കണം നമ്മൾ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഒരു ബ്രാൻഡ് നെയിം തിരഞ്ഞെടുക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഡൊമെയിൻ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഡൊമെയിൻ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളിൽ പലർക്കും അറിയാം അതൊരു .com രജിസ്ട്രേഷനോ അല്ലെങ്കിൽ നമ്മൾ ഏത് രാജ്യത്താണോ നിലനിൽക്കുന്നത് ആ രാജ്യത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡൊമെയിൻ. ഇപ്പോൾ ഇവിടെ ജർമ്മനിയിലെ കാര്യം പറയുകയാണെങ്കിൽ .de ആണ്. ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ .in ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എല്ലായിടത്തും ആദ്യം വേണ്ടത് .com, എപ്പോഴും പ്രിഫറബിളി നമുക്ക് .com അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡൊമെയിൻ അവൈലബിൾ ആണെങ്കിൽ മാത്രം മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് ചിലപ്പോൾ തോന്നും, ഇല്ല എനിക്ക് എൻ്റെ രാജ്യത്ത് മാത്രമേ ഈ ഉള്ളൂ ബിസിനസ് ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഇവിടുത്തെ ഉദാഹരണം പറയുകയാണെങ്കിൽ .de ആണ്. അതുപോലെ ഇന്ത്യയിലെ പറയുകയാണെങ്കിൽ .in ആണ്. അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും ഇപ്പോൾ അവരുടേതായ ഐഡൻറ്റിറ്റി കാണിക്കുന്ന ചില ഡൊമെയിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് തീർച്ചയായിട്ടും എടുക്കണം. അതോടൊപ്പം തന്നെ .com അവൈലബിൾ ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡൊമെയിൻ എടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് ഉചിതം. അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മളൊരു ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്യണം. ആ ബ്രാൻഡിൻ്റെ അതേ പേരിലുള്ള ഒരു ഡൊമെയിൻ .com ഡൊമെയിനോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ രാജ്യത്തെയോ അല്ലെങ്കിൽ ആ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡൊമെയിനും നമ്മൾ അവൈലബിൾ ആണോ എന്ന് തീർച്ചയായിട്ടും പരിശോധിക്കണം. അത് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ബ്രാൻഡ് നെയിമും എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ ബ്രാൻഡ് നെയിം എടുക്കണമെങ്കിൽ നമ്മൾ WIPO വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റിലും അതുപോലെ നമ്മുടെ സ്വന്തം രാജ്യത്തും നമ്മുടെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നോക്കുക. അത് അവൈലബിൾ ആണെങ്കിൽ അതേ പേരിൽ .com അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഡൊമെയിനായിട്ടുള്ള ആ രാജ്യത്തെ ഡൊമെയിനും ആ പേരിൽ അവൈലബിൾ ആണോ എന്ന് പ്രത്യേകം നോക്കുക. അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു ബ്രാൻഡ് നെയിമും ആ ഒരു ഡൊമെയിനും നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ. പിന്നെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡൊമെയിൻ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് തവണ ഒരേ പേര് വീണ്ടും വീണ്ടും അടിച്ചു കൊടുക്കരുത്. അപ്പോൾ ഉടനെ തന്നെ അത് മിക്കവാറും അത് അൺഅവൈലബിൾ ആവാൻ ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് വളരെയേറെ കൂടാനും ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഡൊമെയിന് തുടക്കത്തിൽ അവൈലബിൾ ആയിരിക്കും, പക്ഷേ അത് ഓൾറെഡി ആരെങ്കിലും എടുത്തിട്ടിരിക്കുമായിരിക്കും, അത് സെല്ല് ചെയ്യാൻ വെച്ചിരിക്കുമായിരിക്കും, പക്ഷേ അത് നല്ല വില കാണും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കുന്നതാണ് നല്ലത്. തുടക്കത്തിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുന്ന ഡൊമെയിനുകൾ എടുത്താൽ മതിയാവും. അതെൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. അത് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് തീരുമാനിക്കാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാൻഡ് നെയിം കിട്ടുകയും പക്ഷേ ഡൊമെയിൻ അവൈലബിൾ അല്ല, ചിലപ്പോൾ അതിന് കുറച്ച് കോസ്റ്റ് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ €100, $100, മേ ബി €500 ഓർ മേ ബി €5,000, $5,000. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. അപ്പോൾ നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ഡൊമെയിൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ചീപ്പറായിട്ടുള്ള ഡൊമെയിൻ എടുക്കണോ, അതോ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് നെയിം കിട്ടി ആ ബ്രാൻഡ് നെയിമിൻ്റെ .com പക്ഷേ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് കിടക്കുകയാണ്, അത് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. അത് ഇറ്റ്സ് അപ് ടു യു. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ഒരു ബ്രാൻഡ് നെയിം നമുക്ക് അവൈലബിൾ ആണെന്ന് കിട്ടി, പക്ഷേ അതിൻ്റെ ഡൊമെയിൻ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് തവണ സെർച്ച് ചെയ്യാതിരിക്കുക. 1-2 തവണ മാത്രം സെർച്ച് ചെയ്യുക. അത് കൺഫേം ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പിന്നീട് നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ട് ആ ബ്രാൻഡ് നെയിം എടുക്കാനായിട്ട് തീരുമാനിക്കുക. ആദ്യം പിന്നീട് ചെയ്യേണ്ടത് ആ ഡൊമെയിൻ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ബ്രാൻഡ് നെയിം നമുക്ക് അവൈലബിൾ ആണെന്ന് കാണുന്നു, അതിനുശേഷം ആദ്യം ചെയ്യേണ്ടത് ഒരു തീരുമാനത്തിലെത്തി അതിൻ്റെ .com അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ രാജ്യത്തുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും വെൽ നോൺ ആയിട്ടുള്ള ആ ഒരു ഡൊമെയിൻ ഫോർമാറ്റ് അത് അവൈലബിൾ ആണെങ്കിൽ അതാണ് ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ഡൊമെയിൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റൊരാളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അത് നിങ്ങൾ സ്വന്തമായി ചെയ്യണം. ആ ഡൊമെയിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ബ്രാൻഡ് രജിസ്ട്രേഷൻ പ്രോപ്പർട്ടികളും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയൊക്കെ നിങ്ങളുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. അത് മറ്റൊരാളെ കൊണ്ടല്ല ചെയ്യിക്കേണ്ടത്. ഒരിക്കലും അതിൻ്റെ പാസ്വേഡുകളോ യൂസർ നെയിമുകളോ മറ്റൊരാളും അറിയാൻ പാടില്ല. ഇനി 3-4 പോയിന്റുകളിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ,
ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ, അതുപോലെ ലോഗോ രജിസ്ട്രേഷൻ. നമുക്കൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു ബ്രാൻഡ് നെയിം നമ്മൾ ചൂസ് ചെയ്യുകയും അതിനനുയോജ്യമായ ഒരു ഡൊമൈനും രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് ചെയ്യേണ്ടത് ആ ഒരു ബ്രാൻഡ് നെയിം തുടക്കത്തിൽ ആ രാജ്യത്ത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ആ ബ്രാൻഡ് നെയിമും അതോടൊപ്പം തന്നെ അതിനോട് അനുയോജ്യമായിട്ടുള്ള ഒരു ലോഗോയും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ഐഡിയ വെച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യണം, ഒരു ബ്രാൻഡ് നെയിം ഉണ്ടായിരിക്കണം. ആ ബ്രാൻഡ് നെയിമും ലോഗോയും ആ രാജ്യത്ത്, ഏത് രാജ്യത്താണോ നിങ്ങൾ നിൽക്കുന്നത് ആ രാജ്യത്ത് നിങ്ങൾ അവിടുത്തെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ട അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനും ലോഗോയും അപ്ലൈ ചെയ്ത് അതിന് കുറച്ച് സമയമെടുക്കും. പല രാജ്യങ്ങളിലും പല സമയമാണ്. ചിലപ്പോൾ 3 മാസം എടുക്കും, ചിലപ്പോൾ 5 മാസം എടുക്കും, 6 മാസം എടുക്കും. അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. പിന്നീട് തീർച്ചയായിട്ടും ഭാവിയിലേക്ക് അത് ഇൻ്റർനാഷണൽ രജിസ്ട്രേഷൻ ചെയ്യണം. WIPO, വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷനിലും തീർച്ചയായിട്ടും പിന്നീട് അതിനുശേഷം തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. വളരെയേറെ കോസ്റ്റ്ലിയാണത്. അതുകൊണ്ട് തുടക്കത്തിൽ ആദ്യമേ സ്വന്തം രാജ്യത്തുള്ള ഒരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനും ലോഗോ രജിസ്ട്രേഷനും അപ്ലൈ ചെയ്യുക. അതിൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള സമയമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, നമ്മൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്ത് നമ്മുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്യുക. അവിടുത്തെ ലോക്കൽ ബിസിനസ് അതോറിറ്റിയിൽ നമ്മുടെ ബിസിനസ് അവിടെ രജിസ്ട്രേഷൻ ചെയ്യുക. പല ഓപ്ഷനുകളുണ്ട്. ഒന്ന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഷെയർ ആയിട്ട് തുടങ്ങാം. നിങ്ങൾക്ക് ഒരു പാർട്ട്ണറും കൂടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് തുടങ്ങാം. അപ്പോൾ ബിസിനസ് രജിസ്ട്രേഷൻ ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ളത് തീരുമാനിച്ച് ആ ഫോർമാറ്റിൽ നമ്മൾ ആ രാജ്യത്ത് നമ്മുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്യുക. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന ഒരു മോഡലിലാണ്. അതായത് ഞാൻ മാത്രമേ ഉള്ളൂ ആ ഒരു ബിസിനസ്സിൻ്റെ ഓണറായിട്ടുള്ളൂ, മറ്റ് പാർട്ട്നേഴ്സ് ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ പ്രോഡക്റ്റുകൾ സെൽ ഔട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ബ്രാൻഡിൻ്റെ പേരിലാണ്. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ പേരും ലോഗോയും നമുക്ക് മിക്കവാറും അടുത്ത വീഡിയോയിൽ കാണാം. മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, ഞാൻ വിശദീകരിക്കുന്ന ഏതെങ്കിലും പോയിന്റുകളിൽ നിങ്ങൾക്കൊരു സംശയം വരികയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ടോപ്പിക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി ചോദിക്കാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ തീർച്ചയായിട്ടും യൂട്യൂബിലും ഫേസ്ബുക്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാവുന്നതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമൈൻ സെലക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള കൂടുതൽ വിശദീകരണങ്ങൾക്ക് ആ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വീഡിയോകളിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കും ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എൻ്റെ വീഡിയോകൾ ഉപകാരപ്പെട്ടേക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ മറ്റു വീഡിയോകൾ ഫോളോ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും കൂടുതൽ ഐഡിയ കിട്ടും. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയൊന്നും വേണ്ട. അത് അങ്ങനെ ഒരു സൈന് വേണ്ടി നോക്കിയിരിക്കുകയൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളങ്ങ് തുടങ്ങി വെക്കുക, പോകുന്ന വഴിക്ക് നമുക്ക് ശരിയാക്കാം. നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ഭേദമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. വെയിറ്റ് ചെയ്തിരിക്കത്തേ ഉള്ളൂ. സമയം മുന്നോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ തുടങ്ങി വെക്കുക. ഇംപെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തോട്ടെ, പക്ഷെ നമുക്കത് പോകുന്ന വഴിക്ക് ശരിയാക്കാം. ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത് മൂവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഒന്നും ചെയ്യാതെ അടങ്ങിയിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മൊമെൻറ്റം നമുക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് സ്റ്റാർട്ട് റോളിങ് ഔട്ട്, ദെൻ വി ക്യാൻ ഇംപ്രൂവ് ദ മൊമെൻറ്റം. നമുക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടാവാം, ആ മിസ്റ്റേക്കുകൾ നമ്മൾ പോകുന്ന വഴിക്ക് കറക്റ്റ് ചെയ്ത് പോകാൻ സാധിക്കും. ഒന്നും ചെയ്യാതെ ഒരു റിസ്ക്കും എടുക്കാൻ താല്പര്യമില്ലാതെ മാറിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ മൂലക്കിരുന്ന് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി നോക്കിയിരുന്നു കഴിഞ്ഞാൽ ആ സമയത്ത് മറ്റാരെങ്കിലുമൊക്കെ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് കഴിവുള്ള ആളുകൾ അത് ടെസ്റ്റ് ചെയ്ത് ഓൾറെഡി തുടങ്ങാനുള്ള പരിപാടി തുടങ്ങിക്കാണും. നമ്മളിങ്ങനെ ഡൗട്ട് അടിച്ചിരുന്നു കഴിഞ്ഞാൽ മറ്റു പല ആളുകളും ഇതുപോലെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ ലേൺ ചെയ്ത് മുന്നോട്ട് പോകാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മളൊരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണമോ വേണ്ടമോ എന്നുള്ളത്. നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിപ്പെടണമോ എന്നുള്ളത്. നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് നമുക്കൊരു സ്വന്തമായ ഒരു ബിസിനസ് വളർത്തിയെടുക്കണമെന്ന്. അപ്പോൾ
ആഗ്രഹമുണ്ടായിട്ട് കാര്യമില്ല, അത് തീരുമാനമെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ മുന്നോട്ടിറങ്ങുക തന്നെ ചെയ്യണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മളൊക്കെ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഫണ്ട് റൈസിങ്. ഇതിന് എവിടുന്ന് പൈസ വേണം? ഫണ്ട് വേണമല്ലോ. ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ഫണ്ട് വേണമല്ലോ. സത്യം പറയാമല്ലോ, ഒരു പൈസയും കൈ സുരുക്കൂട്ടി വെച്ചിട്ടല്ല ഇത് തുടങ്ങുന്നത്, അങ്ങ് തുടങ്ങുകയാണ്. പിന്നെ ഒരു ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു മാർഗവും കൂടി ഞാൻ ഇതിൽ കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞത് എൻ്റെ പ്രോഡക്റ്റുകൾ സെൽ ഔട്ട് ചെയ്യുന്നത് ഒരു ഓപ്ഷൻ പ്രോസസ്സിലൂടെയാണ്. സോ കൈകൊണ്ടുണ്ടാക്കുന്ന ഈ വളരെ കുറച്ച് പ്രോഡക്റ്റുകൾ എങ്ങനെ പ്രീമിയമായിട്ട് വിൽക്കാൻ സാധിക്കും, അതേ പ്രോഡക്റ്റുകൾ തന്നെ നമുക്ക് നമ്മുടെ ബിസിനസ്സിനുള്ള ഒരു ഫണ്ട് റേസിംഗ് ടൂളായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞത് എൻ്റെ പ്രോഡക്റ്റുകൾ സെൽ ഔട്ട് ചെയ്യാൻ പോകുന്നത് ഓപ്ഷനിലൂടെയാണ്. അപ്പോൾ ഓപ്ഷനിലൂടെ ഒരു പ്രോഡക്റ്റ് വിൽക്കണമെങ്കിൽ അതിന് നല്ലൊരു ഡിമാൻഡ് ഉണ്ടായിരിക്കണം. ആ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാക്കാം, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ്. അത് ഞാൻ മുന്നോട്ടുള്ള വീഡിയോയിൽ നിങ്ങളുമായി തീർച്ചയായിട്ടും വ്യക്തമാക്കാം. ഇനി വീട്ടിലിരുന്നു കൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ലിമിറ്റഡ് ആയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന ഒരു സംശയം തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളിൽ ഉണ്ടാവും. അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ഞാൻ വീട്ടിലിരുന്ന് കൈകൊണ്ടുണ്ടാക്കുന്ന ഹാൻഡ് ക്രാഫ്റ്റഡ് പ്രോഡക്റ്റ് ഒരിക്കലും സ്കെയിലബിൾ അല്ല. അപ്പോൾ സ്കെയിലബിളായ ഒരു ബിസിനസ് ഞാൻ എങ്ങനെ സൃഷ്ടിക്കും? യഥാർത്ഥത്തിൽ ഞാൻ വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്ന ഹാൻഡ് ക്രാഫ്റ്റഡ് പ്രോഡക്റ്റുകളും അതുപോലെ എൻ്റെ ഈ ബിസിനസ് മെത്തേഡുകളും ടെക്നിക്കുകളും വിശദീകരിക്കുന്ന ഈ വീഡിയോകളും എല്ലാം എൻ്റെ ഇതേ ബ്രാൻഡിലുള്ള മറ്റ് നിരവധിയായ പ്രോഡക്റ്റുകൾ ഓർഗാനിക്കലി ഷോക്കേസ് ചെയ്യാനുള്ള, സെൽ ഔട്ട് ചെയ്യാനുള്ള ഒരു ഷോക്കേസിംഗ് മീഡിയം കൂടിയാണ് ഇത്തരത്തിലുള്ള വീഡിയോ കണ്ടന്റുകൾ. അപ്പോൾ ആ പ്രോഡക്റ്റുകൾ എന്തൊക്കെ ആയിരിക്കാം, അതുപോലെ ഞാൻ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കാം, അതിനുള്ള ഉത്തരങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു പാർട്ട് ടൈം ജോലിയെ ഞാനൊരു സ്കെയിലബിൾ ബിസിനസ്സാക്കി വളർത്തിക്കൊണ്ട് വരാനുള്ള ഒരു ചാൻസ് ഇതിലുണ്ട് എന്നും, അങ്ങനെയാണ് ഈ ഒരു പാർട്ട് ടൈം ജോലിയെ നമുക്ക് ഒരു സ്കെയിലബിളായ ബിസിനസ്സാക്കി മാറ്റാൻ സാധിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം. ഇനി ഇതെങ്ങനെ പോകുമെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ഈ ഒരു ബിസിനസ് ടെക്നിക്കുകളും മെത്തേഡുകളും ഫോളോ ചെയ്യാനും കോപ്പി ചെയ്യാനും താല്പര്യമുള്ള ഏതൊരാളെയും തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യും. അവരുടെ ബിസിനസ്സിനെയും പ്രോഡക്റ്റുകളെയും തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ചാനലിലൂടെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. അവർക്ക് തീർച്ചയായിട്ടും എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ലിങ്ക്ഡിൻ പേജിലൂടെയോ ഇൻസ്റ്റഗ്രാം പേജുകളിലൂടെയോ എനിക്ക് തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള അറിവുകൾ നേടാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക, മറ്റ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. സോ until next video, take care, bye bye.